പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്ലസ് 2 ക്ലാസ്സിലെ ഫസ്റ്റ്ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും അക്കൗണ്ടൻസിയുടെ ഓഡിയോ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അനിൽകുമാർ ജി. 2ാം വർഷ അക്കൗണ്ടൻസി 2 സ്ട്രീമിലാണുള്ളത്. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ 2 സ്ട്രീമിലും ഒരു ഭാഗം കോമൺ ആണ്. പാർട്ട് 1 അക്കൗണ്ടൻസി. 2ാമത്തെ പാർട്ടാണ് 2 സ്ട്രീംകാർക്ക് തമ്മിൽ വ്യത്യാസമായിട്ട് വരുന്നത്. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണെങ്കിൽ അതൊരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയതിനാൽ എഴുത്തു പരീക്ഷയ്ക്ക് 60 സ്കോറിന്റെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടി വരിക. അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു നോൺ പ്രാക്ടിക്കൽ വിഷയമായതിനാൽ എഴുത്തു പരീക്ഷ 80 സ്കോറിനായിരിക്കും. നമുക്ക് ഓരോ ഭാഗത്തിലേക്കും കിടക്കാം. ആദ്യമായിട്ട് 2 സ്ട്രീംകാർക്കും കോമൺ ആയിട്ട് ബാധകമായിട്ടുള്ള 1ാമത്തെ ഭാഗം അക്കൗണ്ടൻസി എന്നുള്ളതാണ്. 5 അധ്യായങ്ങളാണ് ഈ ഭാഗത്തിൽ നിന്നുള്ളത്. അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ലാസ്റ്റ് വൺ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം. ഇത്രയും ഭാഗങ്ങളാണ് ഈ 1ാമത്തെ പാർട്ടിൽ നിന്നും ഉള്ളത്. നമുക്ക് ഓരോ അധ്യായവും വിശദമായി ചർച്ച ചെയ്യാം. ഇത്തവണത്തെ പരീക്ഷാ പാറ്റേണിനും കുറെ വ്യത്യാസമുള്ളതായിട്ട് കൂട്ടുകാർ ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട മേഖലയെ ഫോക്കസ് ഏരിയയായി ഇത്തവണയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ കൂടെ തന്നെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഫോക്കസ് ഏരിയയിൽ നിന്നും 70% ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ബാക്കി 30% ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നുള്ളതാണെന്നുള്ള കാര്യം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ കൂട്ടുകാർ ഗൗരവമായി കണക്കാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ മേഖലയും പരിഗണിച്ചിട്ട് വേണം ഇത്തവണ പരീക്ഷയ്ക്ക് കൂട്ടുകാർ റെഡി ആകാനായി. നമുക്ക് 1ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അക്കൗണ്ടിംഗ് പ്രധാനമായിട്ടും ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റിയാണെന്നാണ് നാം കഴിഞ്ഞ 1.5 വർഷമായിട്ട് അക്കൗണ്ട്സ് പഠിച്ചപ്പോഴേ ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ഈ അധ്യായത്തിലൂടെ ബിസിനസിന് പുറത്തും അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി ആൻഡ് ആർ സെറ്റപ്പ് ആസ് charitable institutions which function without any profit motive are called as not for profit organization. ബിസിനസ് സ്ഥാപനങ്ങളെ പോലെ അല്ലാതെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഇന്റൻഷൻ ഇല്ലാതെ അതിൽ അംഗങ്ങളായിട്ടുള്ള മെമ്പർമാരുടെയോ സൊസൈറ്റിയുടെയോ ബെനിഫിറ്റിന് വേണ്ടി അവരുടെ സർവീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈബ്രറി, ഹോസ്പിറ്റലുകൾ തുടങ്ങിയവയൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ഉദാഹരണങ്ങളാണ്. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ, ദേ ആർ പ്രൊവൈഡിംഗ് സർവീസ് ടു സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ പബ്ലിക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിനോ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പരമമായ ലക്ഷ്യം. മറ്റൊന്ന്, ദേ ആർ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി. ഇവ രൂപീകൃതമായിട്ടുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റികളായിട്ടോ ആണ്. മറ്റൊന്ന്, ദേ ആർ മാനേജ്ഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എലക്ടഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിന്റെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. മറ്റൊന്ന്, ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസി തുടങ്ങിയവയൊക്കെയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. കൂടാതെ ഫണ്ട്സ് റേസ്ഡ് ആൻഡ് സർപ്ലസ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ റേസ് ചെയ്യപ്പെടുന്ന ഫണ്ടും അതോടൊപ്പം തന്നെ അവയുടെ സർപ്ലസും ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മറ്റൊന്ന്, അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സെക്കൻഡ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ്. അതിൽ 1ാമത്തെ അക്കൗണ്ടിംഗ് റെക്കോർഡിനെ പരിചയപ്പെടാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. Receipt and payment account is a summary of
actual cash received and payments extracted from the cash book over a certain period of time. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു നിശ്ചിത കാലയളവിലെ ക്യാഷ് റെസീപ്റ്റ്സിന്റെയും ക്യാഷ് പേയ്മെന്റ്സിന്റെയും സമ്മറിയാണ് അതിന്റെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലൂടെ രേഖപ്പെടുത്താറുള്ളത്. All cash received and paid during that period, whether it is revenue or capital, are included in the receipt and payment account. ഒരു സ്ഥാപനത്തിന്റെ ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ് അതിന്റെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലൂടെ നാം രേഖപ്പെടുത്താറുള്ളത്. ഈ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടി അറിയണം. It is prepared at the end of an accounting year. ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ എൻഡിലാണ് തയ്യാറാക്കാറുള്ളത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. It is prepared on the basis of cash book and it is a summary of cash and bank transactions. And more than that, both capital and revenue items are recorded in receipt and payment account. മറ്റൊരു പ്രത്യേകത, it records items of both current year, previous year and succeeding years. ഈ കാലഘട്ടത്തിലെ മുൻ വർഷത്തെ വരാൻ പോകുന്ന വർഷത്തെ ഒക്കെ തന്നെ റെസിപ്റ്റോ പേയ്മെന്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇത്തവണയാണ് അതിന്റെ റെസിപ്റ്റും പേയ്മെന്റും എങ്കിൽ അത് ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ രേഖപ്പെടുത്താറുണ്ട്. ആൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർ കൺസിഡേർഡ് ഈക്വൽ. ക്യാഷിനെയും ബാങ്കിനെയും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരേപോലെയാണ് കണക്കാക്കാറുള്ളത്. നോൺ ക്യാഷ് ഐറ്റംസ് ഇതിൽ രേഖപ്പെടുത്താറില്ല. അപ്പൊ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തൂ എന്നുള്ളതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ മറ്റൊരു സവിശേഷത. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് രണ്ട് സൈഡ്സ് ഉണ്ട്, റെസിപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും. ഓൾ റെസിപ്റ്റ്സ് ആർ ഷോൺ ഓൺ ദ റെസിപ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ്. ഓൾ പേയ്മെന്റ്സ് ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ പേയ്മെന്റ് സൈഡ്. ആൻഡ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് the opening balance of cash and bank on its receipt side. എങ്ങനെ ഇത് തയ്യാറാക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ ക്യാഷിന്റെ അല്ലെങ്കിൽ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഓൾ റെസീപ്റ്റ്സ്, ക്യാഷ് റെസിപ്റ്റ് ആയാലും ബാങ്ക് റെസിപ്റ്റ് ആയാലും ഈ കാലയളവിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നടന്നിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും അതിന്റെ റെസിപ്റ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു. ഓൾ പേയ്മെന്റ്സ്, ക്യാഷ് പേയ്മെന്റ് ആണെങ്കിലും ബാങ്ക് പേയ്മെന്റ് ആണെങ്കിലും അതിന്റെ പേയ്മെന്റ് സൈഡിൽ രേഖപ്പെടുത്താറുണ്ട്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കറന്റ് ഇയറിലേത്, പ്രീവിയസ് ഇയറിലേത്, സക്സീഡിംഗ് പീരീഡ്സിലെ എല്ലാ പീരീഡിലെയും റെസിപ്റ്റും പേയ്മെന്റും ഈ വർഷമാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് രേഖപ്പെടുത്തും. The balance of this account represents the closing balance of cash and bank. ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ റെസിപ്റ്റ് സൈഡ്, പേയ്മെന്റ് സൈഡ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ഓൺ ഇറ്റ്സ് റെസിപ്റ്റ് സൈഡ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ഓൺ ഇറ്റ്സ് പേയ്മെന്റ് സൈഡ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിലെ രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് ഇയർ ടു ഫൈൻഡ് ഔട്ട് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് പെർട്ടൈനിങ് ടു എ പർട്ടിക്കുലർ ഇയർ. ആ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേക കാലയളവിലെ ഇൻകത്തിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലൂടെ രേഖപ്പെടുത്താറുള്ളത്. അതിലൂടെ റിസൾട്ടായിട്ട് വി വിൽ ഗെറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇതിന്റെ സവിശേഷത കൂടി എന്തൊക്കെയാണെന്ന് അറിയണം. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഏകദേശം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഘടന എന്താണോ അതിന് സമാനമാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ പേയ്മെന്റ്സ്. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലും നാം ഇതിനെ വ്യത്യാസപ്പെടുത്തി പറയുമ്പോൾ ഇവിടെ റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെന്റ്സും മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് ഇൻകം സൈഡാണ്. അപ്പൊ റവന്യൂ എക്സ്പെൻസസ് ഒക്കെ തന്നെ ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, റവന്യൂ റെസിപ്റ്റുകളൊക്കെ തന്നെ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. നോൺ ക്യാഷ് ഐറ്റംസും ഇതിൽ രേഖപ്പെടുത്താറുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്രൂഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ കറന്റ് ഇയർ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് എന്നുള്ളതായിരുന്നു മാനദണ്ഡമെങ്കിൽ ഇവിടെ മാനദണ്ഡം അത് ഈ പീരീഡിലെ ആണോ എന്നുള്ളതാണ്. The result of this income and expenditure account represents surplus or deficit. Surplus means excess of income over expenditure. ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻസ് സൈഡ് കുറവുമാണെങ്കിൽ ഡിഫറൻസിനെ സർപ്ലസ് എന്നും
എന്നാൽ എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതലും അതിന്റെ ഇൻകം സൈഡ് കുറവുമാണെങ്കിൽ ഡിഫറൻസിനെ ഡെഫിസിറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് റെപ്രസെന്റ്സ് എക്സ്പെൻഡിച്ചർ ആൻഡ് ക്രെഡിറ്റ് സൈഡ് റെപ്രസെന്റ്സ് ഇൻകം. അതോടൊപ്പം തന്നെ നാം നേരത്തെ പറഞ്ഞിരുന്നു 2 തരം റെസീപ്റ്റുകളുണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും. പേയ്മെന്റും അങ്ങനെ തന്നെയുണ്ട്, ക്യാപിറ്റൽ പേയ്മെന്റും ഉണ്ട്, റവന്യൂ പേയ്മെന്റും ഉണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ഈ റെസിപ്റ്റിനെയോ പേയ്മെന്റിനെയോ ഇത്തരത്തിൽ ക്യാപിറ്റൽ എന്നോ റവന്യൂ എന്നോ തരംതിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൊണ്ട് തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് റെസിപ്റ്റിനെയും പേയ്മെന്റിനെയും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. അങ്ങനെയാണെങ്കിൽ റെസിപ്റ്റ് 2 തരത്തിലുണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് റവന്യൂ റെസിപ്റ്റ്. നോൺ റെക്കറിംഗ് നേച്ചറുള്ള, ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ക്യാൻ ബി എൻജോയ്ഡ് മോർ ദാൻ 1 year, ദാറ്റ് റെസിപ്റ്റ്സ് ആർ കാൾഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അപ്പോൾ ആവർത്തന സ്വഭാവമില്ലാത്ത ആ റെസിപ്റ്റിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടുതൽ കാലം ലഭിക്കുമെങ്കിൽ അത്തരം റെസിപ്റ്റുകളെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഡൊണേഷൻസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് തുടങ്ങിയവയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ്. അതോടൊപ്പം തന്നെ റവന്യൂ റെസിപ്റ്റുകളുമുണ്ട്. റെസിപ്റ്റ്സ് ഓഫ് റെക്കറിംഗ് നേച്ചർ, ആവർത്തന സ്വഭാവമുള്ള റെസിപ്റ്റുകളാണ്. ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ക്യാൻ ബി എൻജോയ്ഡ് ഓൺലി ഇൻ ദ കറന്റ് ഇയർ. ആ റെസിപ്റ്റിന്റെ ബെനിഫിറ്റ് യു വിൽ get only in that year itself. That receipts are called as revenue receipt. General donations, profit on sale of fixed asset, subscription from members, etc. are the examples of a revenue receipt. At the same time, you can also differentiate payments into capital payment and revenue payment. Payments of non-recurring nature are called as capital payments. Purchase of fixed asset, investment in securities, etc. are examples of capital payments. Recurring nature അല്ലാത്ത, ആവർത്തിക്കാത്ത തരത്തിലുള്ള ചെലവുകളെയാണ് ക്യാപിറ്റൽ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റവന്യൂ പേയ്മെന്റ്സ്, പേയ്മെന്റ്സ് ഓഫ് റെക്കറിംഗ് നേച്ചർ, ആവർത്തന സ്വഭാവമുള്ള പേയ്മെന്റ്സിനെയാണ് റവന്യൂ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, വേജസ് ആൻഡ് സാലറി, ഹോണറേറിയം, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ചാർജസ് തുടങ്ങിയവയൊക്കെ തന്നെ റവന്യൂ പേയ്മെന്റ്സിന് ഉദാഹരണങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ നല്ല പ്രാധാന്യമുള്ളൊരു ഏരിയയാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നാം രണ്ടും ബോധ്യപ്പെട്ടതാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് റെസിപ്റ്റിനുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസസിനുള്ളതാണ്. അതോടൊപ്പം തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ്സ് രേഖപ്പെടുത്താനുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഇൻകംസ് ആൻഡ് ഗെയിൻ രേഖപ്പെടുത്താനുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കറന്റ് ഇയറിലെയും പ്രിസീഡിംഗ് ഇയറിലെയും സക്സീഡിംഗ് പീരീഡ്സിലെയും എല്ലാ റെസിപ്റ്റും പേയ്മെന്റും രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറന്റ് പീരീഡ് ഏതാണോ അവിടുത്തെ ഇൻകവും എക്സ്പെൻസസും മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. പിന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നോൺ ക്യാഷ് ഐറ്റംസ് ഉൾപ്പെടുത്താറില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്താറുണ്ട്. ഇവയൊക്കെയാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിൽ നാം ഗൗരവമായിട്ട് കാണേണ്ടതാണ് ചില ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഫോക്കസ് ഏരിയയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട 4 അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി വരാൻ സാധ്യതയുണ്ട്. സബ്സ്ക്രിപ്ഷന്റെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് അക്രൂഡ് വരാം, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, ദെൻ സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടാകാം, ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടാകാം. കാരണം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഈ വർഷം ആകെ എത്ര സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കിട്ടിയെന്ന് മാത്രമേ കാണിക്കാറുള്ളൂ. അത് ഈ കാലഘട്ടത്തിലെ ആകാം, മുൻ വർഷത്തെ ആകാം, വരാൻ പോകുന്നതാകാം. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അക്രൂവൽ ബേസ് ആണ്. ഈ പീരീഡിലേക്ക് മാത്രമായിട്ട് എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്നാണ് അറിയേണ്ടത്. അതിനായിട്ട്
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കാണുന്നതിനായിട്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന്റെ കൂടെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് അക്രൂഡ് ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും ആഡ് ചെയ്യണം. 2 ഐറ്റം ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും ലെസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും ലെസ് ചെയ്യണം. ഈ ആഡ് ചെയ്യേണ്ടതും ലെസ് ചെയ്യേണ്ടതും കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില സ്പെഷ്യൽ ഫണ്ടുകളെ പറ്റി കൂടി അറിഞ്ഞിരിക്കണം. Special funds are created for some special purpose such as construction of a building, purchase of an equipment. അങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റമാണ്. അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റം ആയതിനാൽ തന്നെ ഇത് ബാലൻസ് ഷീറ്റിനാണ് രേഖപ്പെടുത്തേണ്ടത്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ ഈ ഫണ്ട് എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പോർഷനെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ ഫണ്ടിനെ വർദ്ധിപ്പിക്കുന്നതൊക്കെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ആ ഫണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്യുക. ആ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ആ ഫണ്ടിൽ നിന്ന് കുറച്ചതിന് ശേഷം മാത്രമാണ് അതിന്റെ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൂടി അറിഞ്ഞിരിക്കുക. ഏറ്റവും അവസാനം ഇതിന് അക്കൗണ്ടിംഗ് റെക്കോർഡ്സിലുള്ളത് ബാലൻസ് ഷീറ്റാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ പോലെ തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിനായിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ക്യാപിറ്റൽ ആയിരുന്നു. ഇതൊരു ബിസിനസ് സ്ഥാപനമല്ലാത്തതിനാൽ ഇവിടെ ക്യാപിറ്റൽ ഇല്ല. പകരം നേരത്തെ പറഞ്ഞിരുന്നു, അവർക്ക് റേസ് ചെയ്യുന്ന ഫണ്ടുകളും അവരുടെ സർപ്ലസും ഒക്കെ അവർ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില് ക്യാപിറ്റൽ ഫണ്ടിന്റെ ഒപ്പം സർപ്ലസ് ആണെങ്കിൽ കൂട്ടി കാണിക്കുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ കുറച്ച് കാണിക്കുന്നു. പലപ്പോഴും ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാകണം എന്നില്ല. ഒരു പക്ഷേ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് മിസ്സിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് മിസ്സിംഗ് ആണെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്. നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. ബിസിനസ് സ്റ്റഡീസിൽ 1ാം വർഷം പഠിച്ചതാണ് പാർട്ണർഷിപ്പിനെ പറ്റി. ഈ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത 4 ചാപ്റ്ററുകളും പാർട്ണർഷിപ്പിനെ പറ്റിയാണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ആദ്യത്തെ ബിസിനസ് രൂപമായിട്ടുള്ള സോൾ ട്രേഡിംഗ് കൺസേണിനെ പറ്റി നാം 1ാം വർഷത്തിൽ അക്കൗണ്ടൻസിയിൽ അതിന്റെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് പരിചയപ്പെട്ടു. അടുത്ത ഫോം ഓഫ് ബിസിനസ് ആണ് പാർട്ണർഷിപ്പ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 അനുസരിച്ച് പാർട്ണർഷിപ്പിനെ പറ്റി ഒരു നല്ല ഡെഫിനിഷൻ പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് agreed to share the profit of a business carried on by or any of them acting for all. Partnership is a voluntary association of 2 or more persons. 2 അതിലധികം ആളുകൾ സ്വമേധയാ ഒത്തുചേർന്നുകൊണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയാറുള്ളത്. മെമ്പേഴ്സ് ഹു ഹാവ് entered into partnership with one another are individually called as partners and collectively called as firm. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ മെമ്പർമാരെ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി ഫേം എന്നാണ് അറിയപ്പെടുക. ഒരു പാർട്ണർഷിപ്പിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സിനെ പറ്റിയാണ് ആദ്യത്തെ സവിശേഷത. ദ മിനിമം നമ്പർ ഈസ് 2 ആൻഡ് ദ മാക്സിമം നമ്പർ ഈസ് 50 ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 100. അത് പ്രത്യേക ക്ലോസ് ഉണ്ടെങ്കിൽ അങ്ങനെയാകാം. ദെൻ ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ് and that business should carry on business activities and there should be a sharing of profit and unlimited liability, no separate legal existence. ഇവയൊക്കെയാണ് പാർട്ണർഷിപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. നേരത്തെ പറഞ്ഞു, സവിശേഷതയിൽ പറഞ്ഞു, പാർട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ആൻ എഗ്രിമെന്റ്. ദാറ്റ് എഗ്രിമെന്റ് മേ ബി എയ്തർ ഓറൽ ഓർ റിട്ടൺ, ബട്ട് ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ്. ദാറ്റ്സ് എ മസ്റ്റ്. If that agreement is in written form, that agreement is called as partnership deed. എഴുതപ്പെട്ട രൂപത്തിലുള്ള പാർട്ണർഷിപ്പ് എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റിട്ടൺ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ണർഷിപ്പ്. ആ ബിസിനസിനെ സംബന്ധിക്കുന്ന A to Z കാര്യങ്ങൾ അതിന്റെ പാർട്ണർഷിപ്പ് ഡീഡിൽ രേഖപ്പെടുത്താറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ബാധകമായിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. പ്രൊവിഷൻസ് റിലവന്റ് ഫോർ അക്കൗണ്ടിംഗ്, എസ്പെഷ്യലി ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ദ പ്രൊവിഷൻസ് ആർ
പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റും ലോസും ഈക്വലി ഷെയർ ചെയ്യപ്പെടുക. Then partners are not entitled to get interest on capital. പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. നമ്പർ 3, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഷുഡ് ബി ചാർജ്ഡ് ഫ്രം പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യരുത്. ഒറ്റ കാര്യത്തിൽ മാത്രമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ പാർട്ട്നേഴ്സിന് ഒരു എലിജിബിലിറ്റി ഉള്ളത്. പാർട്ട്നേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അറ്റ് 6% per annum. പാർട്ട്നേഴ്സ് ഫേമിന് ലോൺസ് ആൻഡ് അഡ്വാൻസ് നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ നടത്തപ്പെട്ട ലോൺ അല്ലെങ്കിൽ അഡ്വാൻസിന് ഫേമിൽ നിന്നും ആനുവലി 6% ഇൻട്രസ്റ്റ് റേറ്റിന് പാർട്ട്നേഴ്സിന് അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എനി സാലറി ഓർ കമ്മീഷൻ. These are the rules applicable in the absence of partnership deed or provisions relevant for accounting. Then പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിനെ പറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. നാം നേരത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലും ക്യാപിറ്റലിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പ്രത്യേകമായിട്ടൊരു ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം അവിടെ ഒറ്റ ഓണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ മൊത്തം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ആ ഒറ്റ ഓണർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. എന്നാൽ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഓണേഴ്സിന്റെ എണ്ണം കൂടുതലായതിനാൽ വി ഹാവ് ടു പ്രിപ്പയർ സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഫോർ ഈച്ച് പാർട്ട്ണർ. സോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്പർ 1 ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, നമ്പർ 2 ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്ക് ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനെ പറ്റി നോക്കാം. Under fluctuating capital method, only one account is maintained for each partner, and that account is called as partner's capital account. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഓരോ പാർട്ട്ണർക്കും ഒറ്റ അക്കൗണ്ട് മാത്രമാണ് ഉണ്ടാവുക. ആ അക്കൗണ്ടിനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയും. ആ പാർട്ട്ണറെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കാറുള്ളത്. പാർട്ട്ണറുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ ആ പാർട്ട്ണറെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ആ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കാറുള്ളത്. ഈ മെത്തേഡ് അനുസരിച്ച് അക്കൗണ്ട് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡിനെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് തന്നെ പറയുന്നത്. മറ്റൊരു മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. Under this method, the capitals of partners shall remain fixed unless additional capital is introduced or a part of the capital is withdrawn as per the agreement among the partners. പാർട്ട്നേഴ്സ് ഫേമിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ എഗ്രിമെന്റ് പ്രകാരം ക്യാപിറ്റലിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ 2 ക്ലോസുകൾ ഒഴിച്ചാൽ ഇപ്പോഴും ഈ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാറ്റമില്ലാതെ തുടരും. ഈ മെത്തേഡിലാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്കിൽ, അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് അനുസരിച്ച് ഓരോ പാർട്ട്ണറെ സംബന്ധിച്ചും 2 അക്കൗണ്ടുകൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ട്ണറെ സംബന്ധിച്ചും 2 അക്കൗണ്ടുകൾ തയ്യാറാക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. സോ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് പാർട്ട്ണറുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ തുടങ്ങിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്താറുള്ളത്. ഫിക്സഡ് മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. ഈ 2 മെത്തേഡുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടി അറിഞ്ഞിരിക്കണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ടുകൾ ഉണ്ടാകും. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഓരോ പാർട്ട്ണർക്കും ഒറ്റ അക്കൗണ്ട് മാത്രമേ ഉണ്ടാകൂ. ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലായിരിക്കും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ അവയൊക്കെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. 2 ക്ലോസ് പറഞ്ഞിരുന്നു. അതില്ലെങ്കിൽ ഫിക്സഡ് മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ മാറ്റമില്ലാതെ തുടരും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ എപ്പോഴും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ 2 മെത്തേഡുകൾ തമ്മിലുള്ള വ്യത്യാസം. അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഈ ചാപ്റ്റർ പ്രധാനപ്പെട്ട ഏരിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. നമുക്ക് പരിചയമുള്ള ഒരു ടേമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നാം വളരെ കൂടുതൽ പരിചയപ്പെട്ട ഒരു അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കപ്പെടുന്നത്. എന്നാൽ പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, കണ്ടുപിടിക്കപ്പെട്ട പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഫോമിനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്.
So it shows how the profits are appropriated or distributed among the partners. സോ കണ്ടുപിടിക്കപ്പെട്ട പ്രോഫിറ്റിനെ എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നതിനായിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര ആർ മെയ്ഡ് ത്രൂ ദിസ് അക്കൗണ്ട്. And this account starts with the net profit or net loss. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ കൊണ്ട് തയ്യാറാക്കുന്നത് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് ബിസിനസിന്റെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലോസിനെ ഫൈനലി ഡിവൈഡ് ചെയ്യുന്നത് എന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ പ്രധാനമായിട്ടും നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, അവയെ കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി ആൻഡ് പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്താറുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെയും കാൽക്കുലേഷനാണ്. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ ഇന്ന് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് അറിയേണ്ടതായിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയേണ്ടതായിട്ടുണ്ട്, അതിന്റെ പീരീഡ് അറിയേണ്ടതായിട്ടുണ്ട്. ഈ വിഡ്രോവൽ പല രൂപത്തിലാകാം. ഒന്നെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാകാം. ദെൻ ഫിക്സഡ് ഇന്റർവെൽസിൽ കൃത്യമായിട്ട് തന്നെ എല്ലാ മാസത്തിന്റെ തുടക്കത്തിലോ മിഡിലോ അല്ലെങ്കിൽ അവസാനമാകാം. അതുമല്ലെങ്കിൽ അൺഈവൻ പീരീഡിൽ അൺഈവൻ എമൗണ്ട് വിഡ്രോ ചെയ്യും. അപ്പൊ ഏത് ക്ലോസ് ആണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യം കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് കൂട്ടുകാർ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ അധ്യായം റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഏറ്റവും നല്ല വെയിറ്റേജ് ഉള്ള ഒരു അധ്യായമാണ് മൂന്നാമത്തെ അധ്യായം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. എനി change in the existing agreement among the partners leads to reconstitution of the firm. ഒറിജിനൽ എഗ്രിമെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ വി കാൻ കോൾ ഇറ്റ് ആസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ആയെന്ന് പറയാറുള്ളത്? അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, when there is a change in profit sharing ratio among the partners, retirement of an existing partner, death of a partner. ഈ ഒക്കെ സാഹചര്യങ്ങളിൽ ഒരു ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയെന്ന് പറയും. ഈ സാഹചര്യങ്ങളെ മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടാറുള്ളത്. ഒന്നാമത്തെ മോഡിനെ പറ്റിയാണ് നാം ഈ ചാപ്റ്ററിലൂടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ദ ഇൻക്ലൂഷൻ ഓഫ് എ ന്യൂ person to an already existing partnership firm is called as admission of a partner. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു പുതിയ മെമ്പറെ കൂടി ഉൾപ്പെടുത്തുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ന്യൂലി അഡ്മിറ്റഡ് മെമ്പർ ഈസ് കാൾഡ് ആസ് ഇൻകമിംഗ് പാർട്ട്ണർ ഓർ ന്യൂ പാർട്ട്ണർ. ദിസ് ഇൻകമിംഗ് പാർട്ട്ണർ ഗെറ്റ് ടു ഇമ്പോർട്ടന്റ് റൈറ്റ്സ് ഫ്രം ദ ഫേം. That two important rights are the right to share the asset of the firm and the right to share the profit of the firm. അപ്പോൾ ബിസിനസ്സിലേക്ക് പുതിയ ആൾ വരുമ്പോൾ ആ പുതിയ പാർട്ട്ണർക്ക് ബിസിനസ്സിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട റൈറ്റുകൾ ലഭിക്കും. ബിസിനസിന്റെ ആസ്തിയുടെ ഒരു റൈറ്റും അതുപോലെ തന്നെ ബിസിനസിന്റെ ഇനിയുള്ള പ്രോഫിറ്റിന്റെ ഒരു പങ്കും ലഭിക്കും. ഈ രണ്ട് റൈറ്റ് ലഭിക്കുന്നതിന് പകരമായിട്ട് ഹി ഹാസ് ടു ബ്രിങ് സംതിങ് ഇൻ റിട്ടേൺ. റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദ ഫേമിന് പകരമായിട്ടാണ് പുതിയ ആൾ ഫേമിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ അവർക്കൊരു കോമ്പൻസേഷനായിട്ട് ഹി ഹാസ് ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പൊ അഡ്മിഷൻ സമയത്ത് അക്കൗണ്ടിംഗിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റമുണ്ടാകും. സെക്കൻഡ് വൺ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ. നെക്സ്റ്റ് വൺ വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. മറ്റൊന്ന് റീവാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ലാസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടിൽ നടത്തേണ്ട ക്രമീകരണങ്ങളെ പറ്റിയാണ് നാം ലിസ്റ്റ് ചെയ്തത്. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ ആൾ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൂടി പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് എന്ന് നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ 2 സാക്രിഫൈസിംഗ് റേഷ്യോ. പുതിയ പാർട്ട്ണറെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പഴയ പാർട്ട്നേഴ്സ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിന്റെ ഒരു പങ്ക് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, മാറ്റിവെക്കുന്നുണ്ട്. സോ പുതിയ ആളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്നും മാറ്റിവെക്കപ്പെട്ട പ്രോഫിറ്റിന്റെ റേഷ്യോയെ പറയുന്നവരാണ് സാക്രിഫൈസിംഗ് റേഷ്യോ.
It is a ratio in which the old partners agree to sacrifice their share of profit in favor of the incoming partner. That ratio is called as sacrificing ratio. We can calculate sacrificing ratio by applying the equation old ratio minus new ratio. ഇതിന്റെ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ എന്നുള്ളതാണ്. പുതിയ പങ്കാളിയുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ്വിൽ നിർണ്ണയിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ഗുഡ്വിൽ? നാം പലതവണ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഗുഡ്വിൽ. Goodwill is the value of reputation of a firm in respect of the profits expected in future over and above the normal profit. Or goodwill is the value of reputation of a firm. സമാന സ്വഭാവമുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിന് അധിക പ്രോഫിറ്റ് നേടിക്കൊടുക്കുന്ന ആ ഇന്നർ എലമെന്റിനെയാണ് പലപ്പോഴും നാം ഗുഡ്വിൽ എന്ന് പറയാറുള്ളത്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിനെ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ബിസിനസ്. അത് ഏതുതരം ഉൽപ്പന്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ഗുഡ്വില്ലിനെ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എവിടെയാണിത് പ്രവർത്തിക്കുന്നത്? ലൊക്കേഷൻ ഓഫ് ബിസിനസ്. ഹൗ എഫിഷ്യന്റ് ഈസ് ഇറ്റ്സ് മാനേജ്മെന്റ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. Then market situation, and finally if that business has any special advantages, especially in the case of export import license, then whether it is operating in the special economic zone, that matters also determine the value of goodwill of a firm. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിനെ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളെ നാം പരിചയപ്പെട്ടു. ഇനി എങ്ങനെ ഗുഡ്വിൽ വാല്യൂ ചെയ്യും? ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നതിനായിട്ട് സോ മെനി മെത്തേഡ്സ് ആർ അവൈലബിൾ. പ്രധാനപ്പെട്ട ചില മെത്തേഡുകളെ കൂട്ടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നെക്സ്റ്റ് വൺ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അനദർ മെത്തേഡ് ഈസ് ദാറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ഫോക്കസ് ഏരിയയിലുള്ള കണ്ടന്റ് ആണ് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സ്ഥാപനത്തിന്റെ ആവറേജ് പ്രോഫിറ്റിനെ ഇത്ര വർഷത്തേക്കുള്ള വാങ്ങൽ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ഗുഡ്വിൽ കിട്ടുന്നത്. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാണുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. കുറെ വർഷങ്ങളുടെ പ്രോഫിറ്റിനെ ആവറേജ് ചെയ്യുക, ആ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അനദർ മെത്തേഡ് ഈസ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. Under super profit method, goodwill is calculated by using the formula super profit into number of years purchase. Average profit method average profit into number of years purchase എന്നായിരുന്നെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻടു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ളതാണ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് ഇസ് എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ്. ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിനേക്കാൾ എത്രയാണോ നമ്മൾക്ക് അധികം കിട്ടിയ പ്രോഫിറ്റ്, ദാറ്റ് എക്സസ് പ്രോഫിറ്റ് ഈസ് കാൾഡ് ആസ് സൂപ്പർ പ്രോഫിറ്റ്. So super profit is equal to average profit minus normal profit or actual profit minus normal profit. Normal profit means capital employed into normal rate of return by 100. അപ്പോൾ ഗുഡ്വില്ലിന്റെ ഫാക്ടേഴ്സ് പരിചയപ്പെട്ടു, ഗുഡ്വില്ലിന്റെ പ്രധാനപ്പെട്ട മെത്തേഡ്സ് പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഗുഡ്വില്ലിനെ എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഡ്മിഷൻ സമയത്ത് ട്രീറ്റ് ചെയ്യും. There are different methods are available for treatment. First important method is premium method. Under premium method, the new partner brings his share of goodwill in cash. The amount of premium brought by the new partner is shared by the existing partners in their sacrificing ratio. പ്രീമിയം മെത്തേഡിൽ പുതിയ പാർട്ട്ണർ, നാം നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് പ്രധാനപ്പെട്ട റൈറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു. ഒരു റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ആണ്, അതിന് പകരമാണ് പുതിയ ആൾ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. മറ്റൊരു റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ആണ്. ഇദ്ദേഹത്തിന് ആ റൈറ്റ് കിട്ടിയത് പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നടത്തിയ സാക്രിഫൈസിന്റെ ഫലമായിട്ടാണ്. ദാറ്റ്സ് വൈ ദ ഇൻകമിംഗ് ഹാസ് ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അത് പ്രീമിയം മെത്തേഡ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു. ക്യാഷ് ആയിട്ട് ഫാമിലിയെ കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള സാക്രിഫൈസിന്റെ കോമ്പൻസേഷൻ ആയതിനാൽ ആ ഗുഡ്വില്ലിന്റെ എമൗണ്ടിനെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം.
അപ്പോൾ ആദ്യം ഗുഡ്വില്ലിന് വേണ്ടി എമൗണ്ട് കൊണ്ടുവന്നപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ എന്നും ആ ഗുഡ്വില്ലിനെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എൻട്രി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് അവർ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു പിൻവലിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ മാത്രം ഒരു എൻട്രി കൂടി എഴുതേണ്ടതായിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് റീവാല്യൂഷൻ ഓഫ് അസറ്റ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു റീവാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് and to find out the profit or loss on that revaluation. For this purpose, a new account is prepared and that account is called as revaluation account. The gain or loss on revaluation of each asset and liability is transferred to this account and the balance of this account is transferred to the capital accounts of all the partners in their old ratio. അഡ്മിഷൻ സമയത്ത് ഫേമിന്റെ അസറ്റും ലയബിലിറ്റിയും റീവാല്യൂ ചെയ്ത് അതിനുള്ള പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അസറ്റും ലയബിലിറ്റിയും റീവാല്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇവിടെയൊക്കെയാണ്. അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം, അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാം, ലയബിലിറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം, ലയബിലിറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാം. മറ്റൊന്ന് അൺറിക്കോർഡഡ് അസറ്റ് ആൻഡ് ലാസ്റ്റ് വൺ അൺറിക്കോർഡഡ് ലയബിലിറ്റി. ഏതൊക്കെയാണോ ഇത് ഫേമിനെ സംബന്ധിച്ച് ഗെയിൻ അതൊക്കെ തന്നെ റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഏതൊക്കെയാണോ ഫേമിനെ സംബന്ധിച്ച് ലോസ് അതെല്ലാം റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അത് ഫേമിനെ സംബന്ധിച്ച് ഗെയിൻ ആണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്താലും ഫേമിനെ സംബന്ധിച്ച് ഗെയിൻ ആണ്. അൺറിക്കോർഡഡ് അസറ്റും ഫേമിനെ സംബന്ധിച്ച് ഗെയിൻ ആണ്. ഇത് മൂന്നും റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഡിക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് അൺറിക്കോർഡഡ് ലയബിലിറ്റി, ഇത് മൂന്നും ലോസ് ആണ്. അത് മൂന്നും റിവാല്യൂഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദ ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് റെപ്രസെന്റ്സ് either റിവാല്യൂഷൻ പ്രോഫിറ്റ് ഓർ റിവാല്യൂഷൻ ലോസ്. രണ്ടായാലും എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. മറ്റൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അഡ്മിഷൻ സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ അക്യുമുലേറ്റഡ് ലോസോ കിടപ്പുണ്ടെങ്കിൽ അതും അഡ്മിഷൻ ദിവസം ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ പേരിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമായി ഡിവൈഡ് ചെയ്യണം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എൻട്രി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓൾഡ് റേഷ്യോ. അതേപോലെ തന്നെയാണ് അക്യുമുലേറ്റഡ് ലോസ്. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ അതാണ് അക്യുമുലേറ്റഡ് ലോസ്. അതായാലും അഡ്മിഷൻ ദിവസം ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമായി ഡിവൈഡ് ചെയ്യണം. ലോസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു അക്യുമുലേറ്റഡ് ലോസ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ആ ഗൗരവത്തോടു കൂടി തന്നെ വേണം ഈ ചാപ്റ്ററിനെ കൂട്ടുകാർ സമീപിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്. നമുക്ക് 4ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ നാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു മോഡാണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. When a partner leaves the firm and the remaining partners continue to do the business of the firm is known as retirement of a partner. നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിന്നും ഒരു പാർട്ട്ണർ പുറത്തു പോവുകയും ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യത്തെയാണ് നാം മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്മിഷനിലെ പോലെ തന്നെ റിട്ടയർമെന്റ് സമയത്തും ചില അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അസർട്ടൈൻമെന്റ് ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിംഗ് റേഷ്യോ, treatment of goodwill, revaluation of assets and liabilities, distribution of accumulated profit and losses, ascertainment of share of profit or loss up to the date of retirement or death, adjustment of capital and settlement of amount due to the retiring or deceased partner. ഫോക്കസ് ഏരിയയിൽ കുറച്ച് കണ്ടന്റ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളൂ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കാൽക്കുലേഷനാണ് ആദ്യമായിട്ട്.
ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ആ പുറത്തു പോയ ആളെ മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് ഗെയിനിങ് റേഷ്യോ ആണ്. അഡ്മിഷനിൽ സാക്രിഫൈസിംഗ് റേഷ്യോ ആയിരുന്നെങ്കിൽ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റേഷ്യോ ഗെയിനിങ് റേഷ്യോ ആണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഇൻ വിച്ച് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. പുറത്തുപോയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിനെ നിലവിലുള്ള പാർട്ട്നേഴ്സ് എങ്ങനെയാണ് വീതം വെച്ചെടുക്കുന്നത്, അതിന്റെ റേഷ്യോയെ പറയുന്ന പേരാണ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണെങ്കിൽ ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അതോടൊപ്പം തന്നെ റിട്ടയർമെന്റിലും റീവാലുവേഷനെ കൊണ്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. റീവാലുവേഷനെ കൊണ്ട് തയ്യാറാക്കി അതിന്റെ ബാലൻസ് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട്, ഓൾ പാർട്ട്നേഴ്സ്, കാരണം റിട്ടയർ ചെയ്യുന്ന ദിവസം വരെയും പുറത്തു പോയ ആൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അസറ്റിന്റെ ലയബിലിറ്റിയുടെയും റീവാലുവേഷനിലെ പ്രോഫിറ്റിനായാലും ലോസിനായാലും എല്ലാവരെ പോലെ തന്നെ റിട്ടയറിംഗ് പാർട്ട്ണർക്കും അർഹതയുള്ളതിനാൽ റിട്ടയർമെന്റ് സമയത്തെ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസിനെ എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയാലും അക്യുമുലേറ്റഡ് ലോസ് ആയാലും റിട്ടയർമെന്റ് സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം സെറ്റിൽമെന്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു ദി റിട്ടയറിംഗ് പാർട്ട്ണർ ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. ഒരാൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തു പോകുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന പാർട്ട്ണർക്ക് ബിസിനസ്സിൽ നിന്നും കിട്ടാനുള്ള ക്ലെയിം എത്രയാണെന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അത് സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. ആദ്യമായിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിന്റെ വ്യത്യാസം വരുന്ന എമൗണ്ട് ആണ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടാനുള്ള ക്ലെയിം അല്ലെങ്കിൽ സെറ്റിൽമെന്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ആ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ആ ക്ലെയിമിനെ 3 തരത്തിൽ പ്രധാനമായിട്ട് സെറ്റിൽ ചെയ്യാം. ഒന്നുകിൽ ക്യാഷ് സെറ്റിൽമെന്റ് ആകാം. ബിസിനസിന്റെ കയ്യിൽ മതിയായ പണമുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള പണത്തിനെ അപ്പോൾ തന്നെ പണമായിട്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെറ്റിൽമെന്റിന്റെ എൻട്രി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതാം. പണം കൊടുത്ത് ഉടൻ തന്നെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ. മിക്കപ്പോഴും ലിക്വിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളതിനാൽ ബിസിനസ് സ്ഥാപനത്തിന്റെ കയ്യിൽ അത്രയും പണം ക്യാഷായിട്ട് കൊടുക്കാൻ ഉണ്ടാകണമെന്നില്ല. മിക്കവാറും സാഹചര്യങ്ങളിൽ അങ്ങനെ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെ ഒരു ലോൺ അക്കൗണ്ടായിട്ട് കണക്കാക്കിയാണ് നാം സെറ്റിൽ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോൺ അക്കൗണ്ടായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന് നേരെ എഴുതേണ്ട എൻട്രി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ പാർഷ്യൽ ക്യാഷ് പേയ്മെന്റും ആകാം, ബാക്കിയുള്ളതിനെ ലോണായിട്ടും കണക്കാക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ഫുൾ എമൗണ്ട് എത്രയാണോ അത് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണോ ഉടൻ തന്നെ പണം കൊടുത്തത് അത് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എത്രയാണോ ബാക്കിയുള്ള ലോൺ എമൗണ്ട് അതിനെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുക. അപ്പോൾ ഇങ്ങനെ റിട്ടയറിംഗ് പാർട്ട്ണറുടെ സെറ്റിൽമെന്റിന് ഒന്നെങ്കിൽ ക്യാഷ് സെറ്റിൽമെന്റ് ആകാം, അല്ലെങ്കിൽ ലോൺ സെറ്റിൽമെന്റ് ആകാം, അതും അല്ലെങ്കിൽ പാർഷ്യൽ ക്യാഷ് സെറ്റിൽമെന്റും ബാക്കിയുള്ളതിനെ ലോണായിട്ടും കണക്കാകുന്ന സാഹചര്യം ഉണ്ടാകാം. മിക്കപ്പോഴും ഇതിൽ ലോൺ സെറ്റിൽമെന്റ് ആണ് നാം സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ലോൺ സെറ്റിൽമെന്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള എമൗണ്ടിനെ ബാക്കിയുള്ള ചില വർഷങ്ങൾ കൊണ്ട് ആ ലോണിനെ അതിന് പലിശ സഹിതം ചേർത്ത് നാം കൊടുത്തു തീർക്കുന്ന രീതിയാണ് അവലംബിക്കാറുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്ന പ്രോബ്ലം കൂടി മുൻകാലങ്ങളിലൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൂടി കൂട്ടുകാർ ശ്രദ്ധിച്ചു പോവുക. ഈ പാർട്ട് 1 5ാമത്തെ അധ്യായമാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. നാം ഇത്രയും നേരം പഠിച്ച അഡ്മിഷൻ, റിട്ടയർമെന്റ് ഒക്കെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന ഹെഡിലാണ്. നിലവിലുള്ള പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തോടുകൂടി ബിസിനസ് വീണ്ടും പ്രവർത്തിക്കുന്ന സാഹചര്യത്തിനെയാണ് നാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് അർത്ഥമാക്കിയത്. എന്നാൽ ഈ അധ്യായം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. Dissolution of a firm means the dissolution of partnership between all the partners of a firm. It is a breaking or discontinuance of relationship between all the partners. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം എന്നേക്കുമായിട്ട് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിനാണ് നാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 2 ടേമുണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും. നാം നേരത്തെ പരിചയപ്പെട്ടതൊക്കെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിനെ പറ്റിയായിരുന്നു. അതിന്റെ അർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ബട്ട് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ
ദാറ്റ് മീൻസ് ദ കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഏതൊക്കെ രൂപത്തിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കുക? അതിനെ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ എന്നാണ് അറിയപ്പെടുക. പ്രധാനമായിട്ടും 5 തരത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാം. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൺ കണ്ടിജൻസീസ്. ചില കണ്ടിജൻസീസ് ഒക്കെ സംഭവിക്കുമ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം. ദെൻ പാർട്ട്ണർഷിപ്പ് ആയിട്ട് വില്ലാണെങ്കിൽ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ചിലപ്പോഴൊക്കെ കോടതി ഇടപെട്ടും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. These are the modes of dissolution of firm: dissolution by agreement, compulsory dissolution, dissolution on the happening of certain contingencies, dissolution by notice, last one dissolution by court. അപ്പോൾ നാം നേരത്തെ പരിചയപ്പെട്ട ഈ 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഇവ തമ്മിലുള്ള വ്യത്യാസം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്, ബിസിനസ് അതിന്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ക്ലോസ്ഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ്. എന്നാൽ in the case of dissolution of firm, assets are sold and liabilities are paid off. അവിടെ റീവാലുവേഷൻ അല്ല, റിയലൈസേഷൻ ആണ് പറയുക. അസറ്റ് വിറ്റുക, ആ കിട്ടുന്ന പണം കൊണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ദർ ഇസ് നോ ഇന്റർവെൻഷൻ ബൈ ദ കോർട്ട്. കോടതിയുടെ ഇടപെടലൊന്നും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ സംഭവിക്കാറില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ പലപ്പോഴും കോടതി ഇടപെട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ ഡിസോൾവ് ആക്കാറുണ്ട്. പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെയും ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെയും അറിഞ്ഞിരിക്കുക. അങ്ങനെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഡിസോൾവ് ആകുമ്പോൾ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ടു ബി ക്ലോസ്ഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് arising on realization of its assets and discharge of liabilities is to be computed. അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടുമ്പോൾ അതിന്റെ അസറ്റ് റിയലൈസ് ചെയ്യുക, അതിന്റെ ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുക, അതിലൂടെയുള്ള പ്രോഫിറ്റും ലോസും നിർണ്ണയിക്കുക. ഇതിനായിട്ട് a new account is prepared. That account is called as realization account. So realization account is prepared to ascertain the net effect of realization of asset and payment of liabilities. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ തയ്യാറാക്കുന്ന അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് കൂടി അറിയണം. ആദ്യമായിട്ട് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്നും റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റിനെയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുക. സോ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അത് ക്യാഷും ബാങ്കും ഫിക്റ്റീഷ്യസും മാറ്റേണ്ട കാര്യമില്ല. കാരണം ക്യാഷും ബാങ്കും പിന്നെ റിയലൈസ് ചെയ്യാൻ പറ്റൂല. ഫിക്റ്റീഷ്യസ് അസറ്റ് ആണെങ്കിൽ അതിന് വാല്യൂ ഇല്ലതാണ്. അപ്പൊ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റുകളെയും ആദ്യമായിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റുക. സോ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ദെൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ്, എല്ലാ ഔട്ട്സൈഡ് ലയബിലിറ്റീസിനെയും നാം കൊടുക്കേണ്ട ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഒക്കെ തന്നെ അത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റുക. സോ എൻട്രി ലയബിലിറ്റീസ്, അവ ഓരോന്നും പ്രത്യേകം അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസ്. ഇപ്പൊ 2 സ്റ്റെപ്പായി. ആദ്യം അസറ്റ് മാറ്റി, 2 ലയബിലിറ്റി മാറ്റി. ഇനി നാം നേരത്തെ ഒരു അസറ്റ് മാറ്റിയിരുന്നല്ലോ, അവ റിയലൈസ് ചെയ്യുക അല്ലെങ്കിൽ സെയില. ഫോർ സെയിൽ ഓഫ് അസറ്റ്, അങ്ങനെ അസറ്റ് വിൽക്കുമ്പോൾ ആ അസറ്റ് വിറ്റ് കിട്ടിയ എമൗണ്ടിന് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പൊ അസറ്റ് വിൽക്കാൻ വേണ്ടി മാറ്റിയത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ കാണിച്ചത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. നെക്സ്റ്റ് ഈസ് പേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. നാം ലയബിലിറ്റി മാറ്റിയത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. ആ ഓരോ ലയബിലിറ്റിയും ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പേയ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേയ്മെന്റ് നടത്തുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മറ്റൊന്ന് റിയലൈസേഷൻ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. റിയലൈസേഷൻ എക്സ്പെൻസ് ഫേം ആണ് മെറ്റ് ചെയ്യുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പലപ്പോഴും ഏതെങ്കിലും പാർട്ട്ണറാണ് ആ റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ചെയ്തതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഏത് പാർട്ട്ണറാണോ അത് മെറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് കാണിക്കുക. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.
രണ്ട് സാഹചര്യം കൂടി വരാം. ഫോർ ആൻ അസറ്റ്സ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ, ഫേമിന്റെ ഏതെങ്കിലും ഒരു അസറ്റ് ഫേം റിയലൈസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു പാർട്ട്ണർ എടുത്തുകൊണ്ട് പോയാൽ, ഏത് പാർട്ട്ണറാണോ ആ അസറ്റ് എടുത്തുകൊണ്ട് പോയത് ആ പാർട്ട്ണറുടെ പേരിനെ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ തന്നെ ഫോർ എ ലയബിലിറ്റി വിച്ച് എ പാർട്ട്ണർ ടേക്സ് റെസ്പോൺസിബിലിറ്റി ടു ഡിസ്ചാർജ്, ഫേമിന്റെ ഒരു ലയബിലിറ്റി ഏതെങ്കിലും ഒരു പാർട്ട്ണർ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏത് പാർട്ട്ണറാണോ ആ ലയബിലിറ്റി മെറ്റ് ചെയ്യാവുന്ന ഏറ്റിരിക്കുന്നത് ആ പാർട്ട്ണറുടെ പേരിനെ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. കഴിഞ്ഞിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഒന്നുകിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആകാം, അതുമല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് ആകാം. രണ്ടായാലും ഏതൊക്കെയാണോ പാർട്ട്നേഴ്സ് അവിടെയുള്ളത് അവർക്ക് ആ ഡിഫറൻസ് വരുന്ന എമൗണ്ടിനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ് നാം ഇതുവരെ കവർ ചെയ്തത്. പ്രധാനപ്പെട്ട 5 അധ്യായങ്ങളാണ് ഈ ഭാഗത്ത് നിന്നുള്ളത്. തീർച്ചയായിട്ടും നാം പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ നിന്നും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാകാം എന്നതിനാൽ കൂടുതൽ ഗൗരവത്തോടെ തന്നെ ഈ ഒന്നാമത്തെ പാർട്ടിനെ സമീപിക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ്ബെൽ ഓഡിയോ ക്ലാസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സ്ട്രീമിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒന്നാമത്തെ അധ്യായം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ബൈ ഫേംസ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഏതെങ്കിലും ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്താൽ ബിസിനസ് സ്ഥാപനങ്ങൾ അവയുടെ ഇടപാടുകളെ റെക്കോർഡ് ചെയ്യുന്നതിനും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും, ഫിനാൻഷ്യൽ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനുമുള്ള ആ സംവിധാനത്തിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ CAS എന്നുകൊണ്ട് അർത്ഥമാകുന്നത്. ഇറ്റ് ടേക്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആസ് ഇൻപുട്ട്. ബിസിനസ് ട്രാൻസാക്ഷനെ ഇൻപുട്ടായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവയെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ പ്രോസസ്സ് ചെയ്ത് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സിനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നാം കഴിഞ്ഞ വർഷവും പഠിച്ചതാണ്. സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആൻഡ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. മാനുവൽ അക്കൗണ്ടിനെ അപേക്ഷിച്ച് നല്ല ട്രാൻസ്പെറൻസിയും കൺട്രോളും ഇതിനുണ്ട്. ആക്യുറസി ആൻഡ് സ്പീഡ്, സ്കെയിലബിലിറ്റി. ഏതുതരം ബിസിനസ് സ്ഥാപനങ്ങൾക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് അവലംബിക്കാവുന്നതാണ്. റിലയബിലിറ്റി, പൂർണ്ണമായിട്ടും ബിസിനസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് നമുക്ക് ആവശ്യമായ റിപ്പോർട്ട്സ് നൽകുന്നതിനാൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന ഈ സംവിധാനത്തിന്റെ 5 പില്ലേഴ്സ് എന്നാണ് അറിയപ്പെടുക. പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. മറ്റൊന്ന് ചാപ്റ്റർ എന്ന് പറയുന്നത് കോഡിഫിക്കേഷനെ പറ്റിയാണ്. ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. തീർച്ചയായിട്ടും കോഡിങ്ങിലൂടെയാണ് നാം പല കാര്യങ്ങളും ഇതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. പ്രധാനമായിട്ടും 3 തരം കോഡുകളാണുള്ളത്. സീക്വൻഷ്യൽ കോഡ്, ബ്ലോക്ക് കോഡ് ആൻഡ് നിമോണിക് കോഡ്. നമ്പേഴ്സ് ഓർ ആൽഫബറ്റ്സ് അസൈൻഡ് ഇൻ കോൺസിക്യൂട്ടീവ് ഓർഡർ. അക്കങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ തുടർച്ചയായ ക്രമത്തിൽ കോഡുകളായിട്ട് അസൈൻ ചെയ്യുന്നതിനെയാണ് സീക്വൻഷ്യൽ കോഡുകൾ എന്ന് പറയുന്നത്. S001, S002, S003 അങ്ങനെ തുടർച്ചയായ ക്രമത്തിൽ അക്കങ്ങളോ അക്ഷരങ്ങളോ നാം കോഡുകളായി അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോഡുകളെയാണ് സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ബ്ലോക്ക് കോഡാണ്. എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഈസ് അലോട്ടഡ് to a specific group, that codes are called as block code. മറ്റൊന്ന് നിമോണിക് കോഡ്. അബ്രീവിയേഷൻസ് ഓർ സിംബൽസ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് ആൻ ഐറ്റം. ദാറ്റ് കോഡിംഗ് ഈസ് കാൾഡ് ആസ് നിമോണിക് കോഡ്. അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നാം 1ാം വർഷത്തിലും പരിചയപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു ഏരിയയാണ്. മറ്റൊന്ന് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം കൂടി അറിഞ്ഞിരിക്കുക. ഈ ചാപ്റ്ററിന് ഒരു പുതിയ എലമെന്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് പലപ്പോഴും ഒരു മെറിറ്റായിട്ട് പറയുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഹാസ് സം സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് പാസ്വേഡ് സെക്യൂരിറ്റി. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. മൊബൈലിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഡേറ്റ ഒക്കെ തന്നെ നമ്മൾ പാസ്വേഡ് സെക്യൂരിറ്റിയോട് എന്ത് ചെയ്യാറുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. സോ പാസ്വേഡ് സെക്യൂരിറ്റി. ദെൻ ഡാറ്റ ഓഡിറ്റ്. ദിസ് ഫീച്ചർ ഹെൽപ്സ് നോ ആസ് ടു who and what changes have been made in the original data. ഡാറ്റ ഓഡിറ്റിലൂടെ ആര് എന്തു മാറ്റം വരുത്തിയെന്ന് നമുക്ക് ട്രേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. ദെൻ
data vault. Data will be saved in encrypted form to ensure its security. ഒരു എൻക്രിപ്റ്റഡ് ഫോമിലേക്ക് മാറ്റിക്കൊണ്ട് അതിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡേറ്റ വോൾട്ട്. ഇത് മൂന്നുമാണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. പാസ്വേഡ് സെക്യൂരിറ്റി, ഡേറ്റ ഓഡിറ്റ് ആൻഡ് ഡേറ്റ വോൾട്ട്. രണ്ടാമത്തെ അധ്യായം സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഷീറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ റോസ് ആൻഡ് കോളംസ് ടു സ്റ്റോർ ലാർജ് വോളിയം ഓഫ് ഡേറ്റ. ലാർജ് വോളിയം ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഷീറ്റിനെയാണ് നാം സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ലിബർ ഓഫീസ് കാൽക്ക്, MS എക്സൽ, ഓപ്പൺ ഓഫീസ് കാൽക്ക് തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമുകളാണ്. അവിടെ അറിഞ്ഞിരിക്കേണ്ട ടേമാണ് വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. എ ഫയൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഈസ് നോൺ ആസ് വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്. വർക്ക് ഷീറ്റിന്റെ കളക്ഷനെയാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. ഓരോ സ്പ്രെഡ്ഷീറ്റും ഓരോ വർക്ക് ബുക്കുകളായിട്ടാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഓരോ വർക്ക് ബുക്കിലും വി ക്യാൻ ഇൻക്ലൂഡ് സോ മെനി വർക്ക് ഷീറ്റ്സ്. ഇപ്പൊ ലിബർ ഓഫീസ് കാൽക്കിന്റെ ഫീച്ചേഴ്സ് കൂടി അറിയേണ്ടത്. ഈസി കാൽക്കുലേഷൻസ്, സെർവ്സ് ആസ് എ ഡേറ്റാബേസ്, ദെൻ വി ക്യാൻ അറേഞ്ച് ഡേറ്റ ഇൻ എനി മാനർ, ദെൻ ഡൈനാമിക് ചാർട്ട്. കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ചാർട്ടുകൾ ലഭിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മറ്റൊരു സംഗതിയാണ് സെല്ല്. ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ഈസ് കാൾഡ് എ സെല്ല്. എപ്പോഴും ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത് സെല്ലിലാണെന്നുള്ളത് കൊണ്ട് തന്നെ അതീവ ഗൗരവമായിട്ട് കാണുക. ദെൻ റേഞ്ച്. എ ബ്ലോക്ക് ഓഫ് സെൽസ് ദാറ്റ് ആർ സെലക്ടഡ് ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് കാൾഡ് എ റേഞ്ച്. കളക്ഷൻ ഓഫ് സെൽസ് ഈസ് നോൺ ആസ് എ റേഞ്ച്. പിന്നെ ടൈപ്സ് ഓഫ് വർക്ക് ഷീറ്റ് ഡേറ്റ. ഒരു സെല്ലിലേക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുക? പ്രധാനമായിട്ടും 3 തരം ഡേറ്റയാണ് ഒരു സെല്ലിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് വൺ വാല്യൂ. ന്യൂമറിക് ഡേറ്റ ഈസ് കാൾഡ് വാല്യൂ. നമ്പേഴ്സ്, കാൽക്കുലേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ വാല്യൂ എന്ന് പറയും. ടെക്സ്റ്റ് ഡേറ്റ ഈസ് കാൾഡ് ലേബൽ. മറ്റൊന്ന് ഫോർമുല, അല്ലേ? എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള ഡേറ്റയാണെങ്കിൽ അതിനെ ഫോർമുല എന്ന് പറയും. ഫോർമുല ആണെങ്കിൽ അത് ഈക്വൽ ടു സൈനോട് കൂടിയായിരിക്കും ആരംഭിക്കുക. അപ്പോൾ ഒരു സെല്ലിൽ നമുക്ക് പ്രധാനമായിട്ടും 3 തരം ഡേറ്റയാണ് എൻ്റർ ചെയ്യാൻ സാധിക്കുക: വാല്യൂ, ലേബൽ ആൻഡ് ഫോർമുല. ഇനി ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട പ്രീ ഡിഫൈൻഡ് ഫോർമുലാസ് ആർ കാൾഡ് ആസ് ഫംഗ്ഷൻസ്. ലിബർ ഓഫീസ് കാൽക്കാണ് നമ്മുടെ സിലബസിലുള്ള സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ലിബർ ഓഫീസ് കാൽക്ക് പ്രൊവൈഡ്സ് സോ മെനി ഫംഗ്ഷൻസ്. പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, ടെക്സ്റ്റ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ. പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ഫംഗ്ഷൻസ് അറിയേണ്ടതായിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിലുള്ളത് തന്നെയാണ്. ഒന്ന് ടുഡേ ഫംഗ്ഷൻ, ടു ഡിസ്പ്ലേ കറണ്ട് സിസ്റ്റം ഡേറ്റ്. ഇപ്പൊ ഇന്നത്തെ സിസ്റ്റം ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനാണ് ടുഡേ ഫംഗ്ഷൻ. മറ്റൊരു ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനാണ് നൗ ഫംഗ്ഷൻ. ഇറ്റ് ഡിസ്പ്ലേസ് കറണ്ട് സിസ്റ്റം ഡേറ്റ് എലോങ് വിത്ത് ടൈം. സിസ്റ്റം ഡേറ്റ് മാത്രമല്ല, സമയം കൂടി നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയം കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫംഗ്ഷനാണ് നൗ ഫംഗ്ഷൻ. മറ്റൊന്ന് ഇയർ, മന്ത്, ഡേ. ഇയർ ആണെങ്കിൽ നമുക്ക് ആ കൺസേൺഡ് ഡേറ്റിൽ നിന്നും ഇയർ മാത്രം ഡിസ്പ്ലേ ചെയ്യും. മന്ത് ആണെങ്കിൽ മന്ത് മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഡേ ആണെങ്കിൽ ഡേ മാത്രം ഡിസ്പ്ലേ ചെയ്യും. മറ്റൊന്ന് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ ആണ്. ദ ഫംഗ്ഷൻ കൺവേർട്സ് ദ ഗിവൺ ഡേറ്റ് ഇൻ ഇറ്റ്സ് ഡേറ്റ് വാല്യൂ. തന്നിരിക്കുന്ന ഡേറ്റിനെ അതിന്റെ ഒരു ഡേറ്റ് വാല്യൂ, ന്യൂമറിക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 30/12/1899 അതിന്റെ ബേസ് ഡേറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഡേറ്റ് വാല്യൂ കണക്കാക്കുന്നത്. So, the function converts the given date in its date value is date value function. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ്. ടുഡേ, നൗ, ഇയർ, മന്ത്, ഡേ, ഡേറ്റ് വാല്യൂ എക്സെട്ര. ഇനി ചില പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പരിചയപ്പെടാം. ആവറേജ്, മാക്സ്, മിൻ, കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. ഇപ്പോൾ ഓരോന്നും ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൂടി തന്നെയാണ് മാക്സ്. നമുക്ക് പലപ്പോഴും അറിയേണ്ട ഒരു വാക്കാണ് മാക്സിമം എന്നുള്ളതാണ്. അപ്പം ഒരു ഗിവൺ ഡേറ്റയിൽ നിന്നും അതിന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി മാക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഏറ്റവും ചുരുങ്ങിയ വാല്യൂ അറിയുന്നതിന് വേണ്ടി മിൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിന്റെ ആവറേജ് കാണുന്നതിന് വേണ്ടി ആവറേജ് ഉപയോഗിക്കാം. മറ്റൊന്ന് കൗണ്ട്. കൗണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് കൗണ്ട്സ്
നമ്പേഴ്സ് ഉള്ളി. നമ്പേഴ്സിനെ മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ റേഞ്ചിൽ നിന്ന് കൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ദെൻ വി യൂസ് കൗണ്ട് ഫംഗ്ഷൻ. ന്യൂമറിക് വാല്യൂ മാത്രമാണെങ്കിൽ. മറ്റൊന്ന് കൗണ്ട് എ അല്ലെങ്കിൽ കൗണ്ട് ആ. ദ ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി ഡേറ്റ. കൗണ്ട് ഫംഗ്ഷൻ ന്യൂമറിക് വാല്യൂ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂവെങ്കിൽ കൗണ്ട് ആ അല്ലെങ്കിൽ കൗണ്ട് എ കൗണ്ട്സ് നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി ഡേറ്റ. ഏത് ഡേറ്റയുള്ള സെൽസിനെയും കൗണ്ട് ചെയ്യും. മറ്റൊന്ന് കൗണ്ട് ബ്ലാങ്ക് ആണ്. ദിസ് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ കൗണ്ട് എം ടി സെൽസ് ഇൻ എ ഗിവൺ റേഞ്ച്. ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിലുള്ള എം ടി സെൽസ് ഏതൊക്കെയാണോ അത് മാത്രം കൗണ്ട് ചെയ്യും. ദെൻ കൗണ്ട് ഇഫ്. ദ കൗണ്ട് ഫംഗ്ഷൻ കൗണ്ട്സ് ദ സെൽസ് ദാറ്റ് മീറ്റ് എ ഗിവൺ കണ്ടീഷൻ. നാം നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള, നാം പറയുന്ന കണ്ടീഷൻ പ്രകാരമുള്ള കാര്യങ്ങളെ മാത്രം കൗണ്ട് ചെയ്യും. പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കുക. കൗണ്ട്, കൗണ്ട് ആ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്, മാക്സ്, മിൻ, ആവറേജ്. മറ്റൊന്ന് ചില ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ്. ലോജിക്കൽ ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഇഫ്, നെസ്റ്റഡ് ഇഫ്, ആൻഡ്, ഓർ തുടങ്ങിയവയൊക്കെയാണ്. മറ്റു ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സം ഇഫ്, കൗണ്ട്, കൗണ്ട് അപ്പ്, കൗണ്ട് ഡൗൺ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, ദെൻ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ആദ്യം പറഞ്ഞ 4 നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പേര് മാത്രം ലിസ്റ്റ് ചെയ്തത്. മറ്റൊന്ന് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ്. 3ാമത്തെ അധ്യായമാണ്. അവിടെ പ്രധാനമായിട്ടും പേറോൾ അക്കൗണ്ടിംഗ് ആണ്. പേറോൾ എന്താണെന്നറിയുന്നല്ലേ? ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു ഷോ ദ സാലറി കാൽക്കുലേഷൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സാലറി കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പേറോൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അതിൽ ഏണിങ്സ് ഉണ്ടാകും, ഡിഡക്ഷൻസ് ഉണ്ടാകും. ഒരു എംപ്ലോയിയുടെ സാലറിയെ വർദ്ധിപ്പിക്കുന്ന എലമെന്റ് എന്തൊക്കെയാണോ അതിനൊക്കെ ഏണിങ്സ് എന്ന് പറയും. ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഏണിങ്സ് ഐറ്റം. ഏണിങ്സ് എല്ലാം കൂടെ ചേരുന്നതിനെയാണ് ആ എംപ്ലോയിയുടെ ഗ്രോസ് പേ എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും നിർബന്ധമായിട്ടും കുറവ് വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. പ്രൊഫഷൻ ടാക്സ്, പ്രൊവിഡന്റ് ഫണ്ട്, ടാക്സ്, റിക്കവറി ഓഫ് ലോൺ എമൗണ്ട് തുടങ്ങിയവയൊക്കെ തന്നെ സാലറിയിൽ നിന്ന് കുറവ് വരുന്ന കാര്യങ്ങളെയാണ്. അവയൊക്കെയാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ജീവനക്കാരന്റെ നെറ്റ് പേ, കയ്യിൽ കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഗ്രോസ് പേയിൽ നിന്നും ടോട്ടൽ ഡിഡക്ഷൻസ് മൈനസ് ചെയ്താൽ മതിയാകും. മറ്റൊന്ന് അസറ്റ് അക്കൗണ്ടിംഗ് ആണ്. നാം നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്. ഇവിടെയും അസറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 ഫംഗ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ SLN ഫംഗ്ഷൻ, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന് വേണ്ടി ഉള്ള ഫംഗ്ഷനാണ് DB ഫംഗ്ഷൻ. അപ്പോൾ അസറ്റ് അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഫംഗ്ഷനാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന് ഭാഗമായിട്ടുള്ള ഫംഗ്ഷനാണ് SLN ഫംഗ്ഷനും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന് അനുയോജ്യമായ ഫംഗ്ഷനാണ് DB ഫംഗ്ഷനും. പിന്നെ സ്പ്രെഡ്ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചെറിയ ചാപ്റ്ററാണ് ഗ്രാഫ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ് ഡേറ്റ. പലതരം ചാർട്ടുകൾ അവൈലബിൾ ആണ്. കോളം ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട് തുടങ്ങിയ ചാർട്ടുകളെ പറ്റി അറിഞ്ഞിരിക്കുക. ചാർട്ട് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ് എന്ന ഏരിയ കൂടി ഒന്ന് ഓർത്തിരിക്കുക. 5ാമത്തെ അധ്യായമാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ജീനു കാത്ത. നാം നേരത്തെ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ അല്ലെ, ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്താലാണ് നാം ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിംഗ് പാക്കേജാണ് ജീനു കാത്ത. അപ്പോൾ ജീനു കാത്ത എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. ജീനു കാത്ത ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആർ അവൈലബിൾ ഇൻ ദിസ് സോഫ്റ്റ്വെയർ. സോഴ്സ് ഡോക്യുമെന്റ് ക്യാൻ ബി അറ്റാച്ച്ഡ് വിത്ത് ദ വൗച്ചർ എൻട്രി. അങ്ങനെ അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട പല സൗകര്യങ്ങളും ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത്. ജീനു കാത്തയിൽ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്. ദീസ് ആർ ദ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ജീനു കാത്ത. മറ്റൊരു കാര്യം, ജീനു കാത്തയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വൗച്ചർ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഫസ്റ്റ് വൺ ഈസ് റെസീപ്റ്റ് വൗച്ചർ. അതിന്റെ ഫംഗ്ഷൻ കീ F4 ആണ്. ഇറ്റ് റെക്കോർഡ്സ് ഓൾ റെസീപ്റ്റ്സ് ഓഫ് ക്യാഷ് ഓർ ചെക്ക്. നെക്സ്റ്റ് വൺ പേയ്മെന്റ് വൗച്ചർ. അതിന്റെ ഫംഗ്ഷൻ കീ F5 ആണ്. ഇറ്റ് റെക്കോർഡ്സ് ഓൾ പേയ്മെന്റ്സ് ബൈ ക്യാഷ് ഓർ ചെക്ക്. ദെൻ സെയിൽസ് വൗച്ചർ. ഇറ്റ് റെക്കോർഡ്സ് ക്യാഷ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. അതിന്റെ ഫംഗ്ഷൻ കീ F6 ആണ്. ദെൻ പർച്ചേസ് വൗച്ചർ. അതിന്റെ ഫംഗ്ഷൻ കീ F7 ആണ്. അത്
ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് രേഖപ്പെടുത്താറുണ്ട്. നെക്സ്റ്റ് ഒരു വൗച്ചറാണ് കോൺട്രാ വൗച്ചർ F8. നാം നേരത്തെ പരിചയപ്പെട്ടതാണ്. ക്യാഷും ബാങ്കും, അതായത് ബാങ്കിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാലും ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു കഴിഞ്ഞാലും ഇത്തരം ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ള വൗച്ചറാണ് കോൺട്രാ വൗച്ചർ. മറ്റൊരു പ്രധാനപ്പെട്ട വൗച്ചർ ജേണൽ വൗച്ചറാണ്. പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്, റെക്ടിഫിക്കേഷൻ എൻട്രി, ക്ലോസിംഗ് എൻട്രി, ട്രാൻസ്ഫർ എൻട്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടത് ജിനു ഖാത്തയിൽ ജേണൽ വൗച്ചറാണ്. പ്രധാനപ്പെട്ട ചില കണ്ടന്റ് മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞത്. സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സിനെ പറ്റി പറഞ്ഞു, പ്രധാനപ്പെട്ട അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിനെ പറ്റി പറഞ്ഞു. മറ്റൊരു അടുത്ത ചാപ്റ്റർ ഉണ്ട് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ചാപ്റ്ററും വെയിറ്റേജ് കുറഞ്ഞ ഒരു അധ്യായമാണ്. ഫോക്കസ് ഏരിയയിലും വളരെ കുറഞ്ഞ കണ്ടന്റ് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഡാറ്റാബേസ് എന്താണെന്ന് അറിയണം, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതോടൊപ്പം തന്നെ ലിബ്രെ ഓഫീസ് ബേസ് എന്ന ഡാറ്റാബേസ് ആപ്ലിക്കേഷനാണ് നാം നമ്മുടെ സിലബസിൽ പരിചയപ്പെടുന്നത്. അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസ് ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് അതാണ്. ടേബിൾ, ഫോം, ക്വറി, റിപ്പോർട്ട് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഡാറ്റാബേസ് ഒബ്ജക്ട്സ് എന്നുള്ളത്. അപ്പോൾ 6 അധ്യായങ്ങളാണുള്ളത്. നാം അതിൽ പ്രധാനപ്പെട്ട കണ്ടന്റുകളെ മാത്രമേ ഈ ഭാഗത്തുനിന്ന് എടുത്തു പറഞ്ഞുള്ളൂ. അതുകൂടി ഓർത്തു വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി ഒരു നല്ല പരീക്ഷ അനുഭവം കൂട്ടുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി +2 ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.